എഴുത്തിന് മറക്കുകയില്ല. ओके, चंद्रशेखर वेंकट रमन भारत विद्वानों और महापुरुषों का देश है. भारत विद्वानों और महापुरुषों का देश है. यहाँ समय समय पर ऐसी प्रतिभाओं का जन्म हुआ है जिन्होंने विभिन्न क्षेत्रों में उल्लेखनीय कार्यों से केवल अपने देश को ही नहीं पूरे विश्व को समृद्ध किया है. भारत के ऐसे ही विद्वानों में एक महत्वपूर्ण नाम प्रसिद्ध वैज्ञानिक चंद्रशेखर वेंकट रमन का है. Anne-Marie, why are you late? Miss, preparing meeting varnanikkayirunnu. എന്താണ്? Preparing meeting varnanikkayirunnu. ഞാൻ കുറേ നോക്കി. അതെയോ? ഓക്കേ. പേജ് നമ്പർ 88. ചന്ദ്രശേഖർ രമണിനെ കുറിച്ച് പാഠഭാഗം തുടങ്ങിയതേ ഉള്ളൂ. മീനിങ് പറയുന്നത്രേ മിസ് വായിച്ചതേ ഉള്ളൂ. ഫസ്റ്റ് പാരഗ്രാഫ് लास्ट. जिन्होंने अपनी वैज्ञानिक प्रतिभा और उपलब्धियों से पूरे विश्व को चकित कर दिया. वेंकट रमन का जन्म 7 नवंबर 1888 में तमिलनाडु के तिरुचिरापल्ली शहर में हुआ था. उनके पिता चंद्रशेखर अय्यर भौतिकी के अध्यापक थे और माता पार्वती अम्मल सुसंस्कृत परिवार की महिला थी. वेंकट रमन की प्रारंभिक शिक्षा विशाखापट्टनम में हुई. बचपन से ही वे पढ़ाई में असाधारण रूप से होनहार थे. उन्होंने 11 वर्ष की अल्पायु में ही मैट्रिक की परीक्षा उत्तीर्ण कर ली थी. इंटरमीडिएट की परीक्षा उत्तीर्ण करने के बाद उन्होंने मद्रास के प्रेसिडेंसी कॉलेज में प्रवेश लिया. इतने छोटे बालक को कॉलेज में देखकर अध्यापक बहुत हैरान होते थे. आगे चलकर उनकी प्रतिभा देखकर तो अध्यापक दांतों तले उंगली दबाते थे. स्नातक की परीक्षा में वे अकेले ऐसे छात्र थे जिन्होंने प्रथम श्रेणी प्राप्त की थी. स्नातकोत्तर की परीक्षा भी विशेष योग्यता से उत्तीर्ण की. इस परीक्षा में उन्होंने जितने अंक प्राप्त किए उतने अंक कोई भी छात्र प्राप्त नहीं कर पाया था. നോക്കുക, പ്ലീസ് ലിസൺ. ഫസ്റ്റ് പാരഗ്രാഫ്. भारत विद्वानों और महापुरुषों का देश है. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞത് ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് സ്കോളേഴ്സ് ആൻഡ് ഗ്രേറ്റ് പീപ്പിൾ. അതായത് മഹാപുരുഷന്മാരുടെയും അതുപോലെ തന്നെ വിദ്വാൻമാരുടെയും രാജ്യമാണ് നമ്മുടെ കൺട്രി അല്ലേ. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞത് വിദ്വാൻമാരുടെയും മഹാന്മാരുടെയും രാജ്യമാണ്. यहाँ समय समय पर ऐसी प्रतिभाओं का जन्म हुआ है जिन्होंने विविध क्षेत्रों में उल्लेखनीय कार्यों से केवल अपने देश को ही नहीं पूरे विश्व को समृद्ध किया है. ഓരോരുത്തരെ ഓരോരോ ഇജാസിന്റെ വീഡിയോ ഓഫ് ചെയ്തേ. ഫഹീം എന്ന് പേരുള്ള ആള് വരുന്നുണ്ട് അല്ലേ. വീഡിയോ ഓൺ ആക്കിക്കോ മക്കളെ. ഇജാസ് അതുപോലെ ഫഹീം എന്നാണല്ലോ പേര് കാണുന്നേ. വീഡിയോ ഓൺ ആക്കിക്കോ. ഇതാണോ നമ്മുടെ ന്യൂ അഡ്മിഷൻ? മോന്റെ പേരാണോ ഫഹീം? Can you hear me? ഫഹീം അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ മോനെ. ഫഹീം യെസ് ഫഹീം ആണല്ലേ. എവിടെയാ വീട്? എവിടെയാ?
ചെറുപുഴ. ചെറുപുഴ തന്നെ. ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ നിനക്ക്? ഇല്ല, ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇതുവരെ കിട്ടിയില്ല അല്ലേ? ഓക്കെ. അപ്പൊ മിസ് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പില് ഇന്നെടുത്ത ഹിന്ദിയുടെ ഭാഗം ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചുതരാം. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിന് മുന്നേ ഒന്ന് വായിച്ചു നോക്കണം. ചെറുപുഴ എവിടെയാ വീട്? ചെറുപുഴ പാണ്ടിക്കടവ് എന്ന് പറയും. മറ്റേ ഈ ചമയം അറിയോ? പഴയ ചമയം. കേട്ടിട്ടുണ്ട്. പാണ്ടിക്കടവാ പഴയ ചമയം. പഴയ ചമയത്തിന്റെ ഉള്ളിൽ പോകും. മറ്റേ വേറെ 2 കുട്ടികൾ പഠിക്കുന്ന ടീച്ചറാ, ഇർഷാദ് മഹദിയ ഉണ്ടല്ലോ അവിടെ. മൂത്തേട്ടനാണ്. ഓ അതെ. ഓക്കെ. നാട്ടിലായിരുന്നു. നാട്ടിലെ പഠിച്ചോണ്ട് ഫോൺ അവിടെ നിൽക്കുന്നില്ല. അവിടെ താമസിച്ച് നമ്മള് ഖുർആൻ മനപ്പാഠം ചെയ്യുന്ന സംവിധാനം ഉണ്ട്. അതിനുവേണ്ടി ചേർത്ത്. അപ്പൊ ഓണ് പ്രയാസം. ഞാൻ അറിഞ്ഞിരുന്നു. ഫഹീമിനെ കുറിച്ച് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരുന്നു. അതെ, ശ്രീകുട്ടി മിസ്സിനെ അറിയാം. അതെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവരോട് ബാക്കിയുള്ളവരോട് ചോദിച്ചു, ന്യൂ അഡ്മിഷൻ കുട്ടീനെ കാണുന്നില്ലല്ലോ. ആയിക്കോട്ടെ. ക്ലാസ് കയറാൻ പറ്റിയിട്ടില്ല, പറയാൻ വിട്ടുപോയി. എങ്ങനെ? ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടില്ല, അന്നേരം പറയാൻ വിട്ടുപോയി. ഓക്കെ. ഒരു കാര്യം ചെയ്താൽ മതി. എല്ലാ ടീച്ചേഴ്സിന്റെ നമ്പർ ഫഹീം ഒന്ന് വാങ്ങുക. ഫഹീം എന്നിട്ട് വാങ്ങിയിട്ട് ഏത് ക്ലാസ് ആണോ കയറാൻ പറ്റത് അപ്പൊ ഒന്ന് ടീച്ചർക്ക് ഒന്ന് മെസ്സേജ് വിട്ടാൽ മതി. എന്താന്ന് കാരണം എന്ന് കൊടുക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ നീ ടെക്സ്റ്റ് ബുക്ക് ഇല്ല എങ്കിലും നീ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുക. മിസ് പറഞ്ഞത് കേട്ടിരുന്നോ കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒന്നുകൂടി മിസ് പറയാണ്. നമുക്ക് ചന്ദ്രശേഖർ വെങ്കടരമണിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ചന്ദ്രശേഖർ വെങ്കടരമൺ ആരാണ്? ഫഹീം എന്ന് മ്യൂട്ട് ചെയ്ത് വെക്ക്. ഓക്കെ. അലൻ ജോസഫ് വീഡിയോ ഓൺ ചെയ്യണം. ഇജാസ് പോയോ? ഫഹീമിനെ കണ്ട ഉടനെ ഇജാസ് മുങ്ങിയല്ലോ അല്ലേ? ഫെയ്ത്ത് എന്ത് ഇത്ര ഗൗരവത്തില്? ഫെയ്ത്ത് ഇങ്ങനെ ഗൗരവത്തിൽ ഇരിക്കില്ലല്ലോ. ഒന്നുമില്ല. അതെയാ? ഓക്കെ. അപ്പൊ നോക്കുക, മിസ് ഒന്നുകൂടി പറയാം. ചന്ദ്രശേഖർ വെങ്കടരമണിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിത കഥയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക. ഭാരത് വിദ്വാനോ और महापुरुषों का देश है. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് സ്കോളേഴ്സ് ആൻഡ് ഗ്രേറ്റ് പീപ്പിൾസ്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രി, അതായത് ഈ കൺട്രിയിൽ എന്താണ്, ഇഷ്ടം പോലെ മഹാപുരുഷന്മാര്, വിദ്വാൻമാരുണ്ടല്ലേ. നല്ല നല്ല പേര് കേട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്നവരാണ്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? यहाँ समय समय पर ऐसी प्रतिभाओं का जन्म हुआ है जिन्होंने विभिन्न क्षेत्रों में उल्लेखनीय कार्यों से केवल अपने देश को ही नहीं पूरे विश्व को समृद्ध किया है. നമ്മുടെ ഈ ഭാരതത്തിൽ, ഇന്ത്യയിൽ ജനിച്ച ഒരുപാട് മഹാന്മാര് അവരുടെ കഴിവുകൾ കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് എന്തായത്, പ്രശസ്തി വർദ്ധിപ്പിച്ചത്. അവരുടെ കഴിവുകൾ പരമാവധി പല കഴിവുകളുള്ളവരാണ്. എല്ലാവരും ഒരേ ഇതിലാണോ അറിയപ്പെടുന്നത്? അല്ല അല്ലേ? അതായത് പല പല കഴിവുകളിൽ പല വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയവരുണ്ടാവും അല്ലെ, പല രീതിയിൽ രാജ്യത്തെ സ്നേഹിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് അവര് നല്ല പ്രതിഭകളായി മാറിയത്. ഓക്കെ. പിന്നെന്താണ്? ഭാരതക്കെ ഐസേ ഹി വിദ്വാനോ മേം एक महत्वपूर्ण नाम प्रसिद्ध वैज्ञानिक चंद्रशेखर വെങ്കടരമൺ കാ ഹെ. നമുക്ക് ഈ പറയാനുള്ളത് അടുത്തത്, നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രശസ്തനായ സയന്റിസ്റ്റ് ഉണ്ട്. ആ സയന്റിസ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആര്? ചന്ദ്രശേഖർ വെങ്കടരമൺ. जिन्होंने अपनी वैज्ञानिक प्रतिभा और उपलब्धियों से पूरे विश्व को चकित कर दिया. അദ്ദേഹം തന്റെ ഈ സയന്റിസ്റ്റിലെ തന്റെ ഈ കഴിവിൽ എന്താണ്, ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അതിന് ലോകത്തിന് തന്നെ ആശ്ചര്യപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ആര്? ഡോക്ടർ ചന്ദ്രശേഖർ വെങ്കടരമൺ. ക്ലിയർ ആയോ? ഫെയ്ത്തും ശ്രീദേവും എന്തിങ്ങനെ ബിസി? എന്താ എഴുതുന്നേ? എന്തെങ്കിലും എഴുതുന്നുണ്ടോ? എഴുതുന്നത് പോലെ തോന്നുന്നു. നോ, ഇജാസ് വന്നില്ല അല്ലെ? ഫഹീം വീഡിയോ ഓൺ ചെയ്യുമോനെ. ക്ലാസ് കഴിയുന്നവരെ വീഡിയോ ഓഫ് ചെയ്യല്ലേ. ക്ലാസ് കഴിയുന്നത് വരെ വീഡിയോ ഓൺ ചെയ്തിട്ട് അവിടെ ഇരിക്കുക കേട്ടോ.
അപ്പൊ നോക്കുക, सेकंड पैराग्राफ। वेंकटरमन का जन्म 7 नवंबर 1888 में തമിഴ്നാടു के തിരുച്ചിറാപ്പള്ളി शहर में हुआ था. വെങ്കടരമൻ ജനിച്ചത് എവിടെയാണ്? 1888 നവംബർ 7 തമിഴ്നാടുവിലുള്ള തിരുച്ചിറാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വെങ്കടരമൻ ജനിച്ചത്. ക്ലിയർ ആയോ? വെങ്കടരമൻ വാസ് ബോൺ ഓൺ 7th November 1888 in തിരുച്ചിറാപ്പള്ളി ഓഫ് തമിഴ്നാടു. ഇപ്പൊ ക്ലിയർ ആയോ? വെങ്കടരമൻ ജനിച്ചത് തമിഴ്നാടുവിൽ തിരുച്ചിറാപ്പള്ളിയിൽ 1888 നവംബർ 7 ഉൻകെ പിതാ ചന്ദ്രശേഖർ അയ്യർ ഭൗതികി കെ അധ്യാപക थे. His father Chandrasekhar was teacher of physics and mother Ammal belonged to a cultural family. അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറഞ്ഞത് ചന്ദ്രശേഖർ വെങ്കടരമന്റെ അച്ഛന്റെ പേരെന്താണ്? പിതാക്ക നാം ചന്ദ്രശേഖർ അയ്യർ. അദ്ദേഹം ഫിസിക്സിന്റെ അധ്യാപകനാണ്. ഫിസിക്സ് പറഞ്ഞാൽ അറിയോ? നമ്മുടെ സയൻസ്, നമ്മുടെ പഠിക്കുന്ന സയൻസ് ഇല്ലേ, EVS സയൻസ് നമ്മുടെ ഹയർ ക്ലാസ്സിൽ എത്തുമ്പോൾ എന്താവും? മൂന്നായി ഡിവൈഡ് ചെയ്യുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലേ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഫിസിക്സ് എന്ന് പറഞ്ഞാല് ഊർജതന്ത്രം അല്ലേ? ആണോ? മിസ്സിന് കൺഫ്യൂഷൻ ആക്കല്ലേ. ഫിസിക്സ് എന്ന് പറഞ്ഞാല് ഊർജതന്ത്രം, കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ രസതന്ത്രം, ബയോളജി എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രം. ബയോളജിയിൽ ജീവജാലങ്ങളെ കുറിച്ച്, സസ്യജാലങ്ങളെ കുറിച്ച്, ജീവശാസ്ത്രങ്ങളാണ് പഠിക്കുന്നത്. ഇജാസ് ഇത്ര സമയം എവിടെയാ പോയടാ? മേക്കപ്പ് ഇടാൻ പോയതാ? നെറ്റ് പോയി. ഓക്കെ. അപ്പോ അതായത് അപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിട്ടാണ് നമ്മുടെ ചെറിയ ക്ലാസ് പഠിക്കുന്ന EVS മൂന്നായി വിഭജിക്കുന്നത് അല്ലെ? ഫിസിക്സ് എന്ന് പറഞ്ഞാല് ഊർജതന്ത്രം. അപ്പൊ ഫിസിക്സിന്റെ അധ്യാപകനാണ് ആര്? ചന്ദ്രശേഖർ വെങ്കടരമന്റെ ഫാദറിന്റെ പേര് ചന്ദ്രശേഖർ അയ്യർ ആണ്. ഇനി മാതാജിയുടെ പേരെന്താ? പാർവതി അമ്മാൾ. ഒരു സാധാരണ കുടുംബത്തിലെ സ്ത്രീ ആയിരുന്നു ആര്? പാർവതി അമ്മാൾ. വെങ്കടരമൻ की പ്രാരംഭിക ശിക്ഷ വിശാഖപട്ടണമേ ഹുയി. അദ്ദേഹം ഫസ്റ്റ് സ്കൂൾ പഠനം ആരംഭിച്ചത് എവിടെയുള്ള സ്കൂളിലായിരുന്നു? വിശാഖപട്ടണത്തിലുള്ള സ്കൂളിലായിരുന്നു. बचपन से ही वे पढ़ाई में असाधारण रूप से होनहार थे. കുട്ടിക്കാലത്ത് തന്നെ ഈ ചന്ദ്രശേഖർ വെങ്കടരമൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ ഒന്നല്ല, കുട്ടിക്കാലത്ത് തന്നെ നന്നായിട്ട് പഠിക്കും. ഹോഷിയാർ, സാമർത്ഥ്യക്കാരനാണ്, നല്ല പരിശ്രമിക്കുന്നവനാണ്. നിങ്ങളെപ്പോലെ ഒന്നല്ല. നിങ്ങളെപ്പോലെ ഏത് സമയത്ത് PT പീരീഡ് തരുവോ, പാർക്കിൽ കൊണ്ടുപോകുമെന്ന് ചോദിക്കൂല. നന്നായിട്ട് പഠിക്കുന്നവരാണ്. അതുകൊണ്ട് उन्होंने 11 वर्ष की अल्पायु में ही മെട്രിക് പരീക്ഷ की उत्तीर्ण कर ली थी. അതായത് 11ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം മെട്രിക് പരീക്ഷ പാസ്സായി. മെട്രിക് മീൻസ് നമ്മുടെ ഇപ്പോഴത്തെ SLC പരീക്ഷ, 10ാം ക്ലാസ് പരീക്ഷ. 10ാം ക്ലാസ് പരീക്ഷയില്ലേ? 10ാം ക്ലാസ് പരീക്ഷ പാസ്സാവണമെങ്കിൽ എത്ര വയസ്സാണ് സാധാരണ? 15 വയസ്സ് പൂർത്തിയാവണം ഉണ്ടേ. പക്ഷെ ഇവൻ എന്ത് ചെയ്തു? 11 വർഷ की അൽപായുമേം, അൽപായു എന്ന ചെറിയ വയസ്സിൽ തന്നെ, 11 എന്ന് പറഞ്ഞ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ അവൻ മെട്രിക് പരീക്ഷ പാസ്സായി എന്നാ പറയുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. അതുവരെ ക്ലിയർ ആയോ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിസ് ഇനി പറയണോ? ശരിക്കും ഒന്ന് നോക്ക്. മനസ്സിലായിട്ടില്ലേ ഇജാസിനെ? യെസ് എന്നാണോ പറഞ്ഞത്? ഓക്കെ. अब नेक्स्ट पैराग्राफ। इंटरमीडिएट की परीक्षा उत्तीर्ण करने के बाद उन्होंने मद्रास की प्रेसिडेंसी कॉलेज में प्रवेश लिया. After clearing his intermediate examination, he took admission in Presidency College of Madras. അപ്പൊ ഇതിനുശേഷം
ഇന്റർമീഡിയറ്റ് എക്സാമിന് വേണ്ടി അദ്ദേഹത്തിനെ അതായത് എവിടെയാ അദ്ദേഹം ചേർന്നത്? മദ്രാസിലെ പ്രസിഡൻസി കോളേജിലാണ് അദ്ദേഹം അതായത് അഡ്മിഷൻ എടുത്തത്. ഇത്തനെ ചോട്ടെ ബാലകക്കോ കോളേജ് മേ ദേഖക്കർ അധ്യാപക് ബഹുത്ത് ഹൈരാൻ ഹോത്തെ थे. 11ാമത്തെ വയസ്സിൽ തന്നെ SLC എക്സാം പാസ്സായി എന്ന് പറയുമ്പോ അപ്പൊ ഇത്ര ചെറിയൊരു കുട്ടി കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തപ്പോ ആടെയുള്ള അധ്യാപകരൊക്കെ ആശ്ചര്യപ്പെട്ടു പോയി. ആകെ ചൽക്കർ ഉൻകി പ്രതിഭ ദേഖക്കർ തോ അധ്യാപക് ദാന്തോൻ തലേ ഉംഗലി ദബാത്തെ थे. ഈ ദാന്തോൻ തലേ ഉംഗലി ദബാത്തെ थे എന്ന് പറഞ്ഞാലേ ഒരു പ്രയോഗമാണ്. ദാന്തോം തലേ, ദാന്തോ പറഞ്ഞ പല്ലാണ് കേട്ടോ, ഊങ്കലി പറഞ്ഞ വിരലാണ്. അപ്പൊ ഇതൊന്നും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മീനിങ് കിട്ടില്ല. അതൊരു പ്രയോഗമാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ആശ്ചര്യപ്പെടുക, ഹൈരാൻ ഹോന. അപ്പൊ ഈ ഇത്ര ചെറിയ കുട്ടീനെ അവരുടെ ആ അദ്ദേഹത്തിന്റെ ആ കഴിവ് കണ്ട അധ്യാപകര് ആശ്ചര്യപ്പെട്ടു പോയി. ഇതിന് ചെറിയ കുട്ടിക്കാലത്ത് തന്നെ ഈ ചന്ദ്രശേഖർ വെങ്കടേമന്റെ കഴിവ് കണ്ടപ്പോൾ അവിടെയുള്ള അധ്യാപകരൊക്കെ ആശ്ചര്യപ്പെട്ടു പോയി. സ്നാതക की परीक्षा में वे अकेले ऐसे छात्र थे. സ്നാതക പരീക്ഷയില് അദ്ദേഹം ഒരാൾ മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഒരു കുട്ടി മാത്രമാണ് അന്ന് എക്സാം എഴുതിയത്. അതായത് ഗ്രാജുവേഷൻ എക്സാമിനേഷൻ. ഹി വാസ് ദ ഓൺലി സ്റ്റുഡന്റ് ഇൻ ഗ്രാജുവേഷൻ എക്സാമിനേഷൻ ഹു ഗോട്ട് ഫസ്റ്റ് പൊസിഷൻ. അതായത് അദ്ദേഹം ഗ്രാജുവേഷൻ എക്സാമിന് ഒരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ജിനോനെ പ്രഥം ശ്രേണി പ്രാപ്തിക്ക്. അവനാണെങ്കിൽ 1ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആ എക്സാമിനേഷന്. സ്നാതകോത്തർ കഴിഞ്ഞ പിന്നെ നെക്സ്റ്റ് സ്നാതകോത്തർ എന്ന് പറഞ്ഞാൽ നമ്മുടെ MA ഇല്ലേ, MA BA MA എന്നെല്ലാം പറഞ്ഞില്ലേ, MA എന്നുള്ളതിനെ ഹിന്ദി പറയാ സ്നാതകോത്തർ. അപ്പൊ സ്നാതകോത്തർക്ക് ഈ പരീക്ഷ ബി വിശേഷ യോഗ്യതാസെ ഉത്തീർണിക്ക്. അതിനും അങ്ങനെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം എക്സാം അറ്റൻഡ് ചെയ്തു. इस परीक्षा में उन्होंने जितने अंक प्राप्त किए उतने अंक कोई भी छात्र प्राप्त नहीं कर पाया था. അദ്ദേഹം എത്ര മാർക്ക് വാങ്ങിയോ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടികൾ പോലും അത്രയും മാർക്ക് വാങ്ങിയിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവ് നോക്കിയേ, ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ നല്ല കഴിവല്ലേ അത്? നമുക്ക് പ്രശംസിക്കാൻ പറ്റുന്ന കഴിവാണ് അല്ലേ അത്? യെസ്. അപ്പൊ പേജ് നമ്പർ 88 മനസ്സിലായോ? ഒന്ന് മക്കളെല്ലാവരും ഒന്ന് വായിച്ചു നോക്ക്. ക്ലിയർ ആയോ എന്ന് മനസ്സിൽ പതിയുന്നുണ്ടോ നോക്കിയൊന്ന്. ഫഹീമിന് വേണ്ടിയിട്ട് ഞാൻ അത് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് വായിച്ചു നോക്ക്. വായിച്ചു നോക്കിയിട്ട് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ മിസ്സിനോട് ചോദിക്കാം, ക്ലിയർ ആയില്ല എങ്കിൽ. ഷോണേ, കമ്പ്യൂട്ടറിന്റെ പൈസ എന്താക്കി മോനെ നീ? പക്ഷെ അത് ഗൂഗിൾ പേ ആവുന്നില്ലായിരുന്നു. അതെയോ? അതിന്റെ പ്രശ്നം വന്നിട്ട് തരാനാ? ഇനിയിപ്പോ അടുത്ത ആഴ്ച സ്കൂൾ ഓപ്പൺ ചെയ്തിട്ട് വരുമ്പോ തരാനാ? അങ്ങനെയാണ്, ചിലപ്പോ അങ്ങനെ ആയിരിക്കും, അല്ല വേറെ എപ്പോഴേലും വരാം. ഓക്കെ, അതിനായിട്ട് വരണം അല്ലേ? വേറെ ആരും ഉണ്ടോ ആ ഭാഗത്തുനിന്ന് വരുന്നത്?
ആ ചിലപ്പോ നോക്കാം. ഓക്കെ, അഥവാ കൊടുത്തു വിട്ടുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് മെസ്സേജ് വേണേ. ആ ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു ഇജാസിന്റെ കെയർ ഓഫിൽ ഒരു കമ്പ്യൂട്ടർ തന്നെ ഇവിടെ കൊടുത്തു 8ാം ക്ലാസ്സിന്. കൊടുത്തിട്ടില്ല? ഇജാസ് ഇപ്പം ദാരിദ്ര്യം പറയും അല്ലെ ശ്രീദേവി? ശ്രീദേവും ഞാൻ വിചാരിച്ചു ശ്രീദേവിന്റെ കെയർ ഓഫിൽ ഉണ്ടാവും ഒരു കമ്പ്യൂട്ടർ. മിസ്സേ ഞാൻ 1000 റുപ്പീസ് പറഞ്ഞു. കൊടുത്തോ? കൂടെ ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞു. അതെ കൂടെ ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞു. അതെ, ഓക്കെ. ശ്രീദേവോ? ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നു. അയ്യോടാ. ആൻമരിയൊക്കെയാണോ കമ്പ്യൂട്ടർ കൊടുക്കുന്നേ? 8th സ്റ്റാൻഡേർഡിൽ ആരും ഇല്ല സ്പോൺസർ? ഞാൻ കൊടുത്തു. ഒരു കമ്പ്യൂട്ടറും കൊടുത്തു. നെക്സ്റ്റ് രണ്ടാമതൊരു കമ്പ്യൂട്ടർ വാങ്ങേണ്ട പൈസയും കളക്ട് ചെയ്ത് കൊടുത്തു. പോരെ? ഞാൻ വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് കമ്പ്യൂട്ടർ നിങ്ങൾക്ക് തരാം. നിങ്ങളത് അത്രയും ദാരിദ്ര്യം പിടിച്ച ക്ലാസ് ആയതുകൊണ്ട് കേട്ടോ. 5th ക്ലാസ്സിൽ ഒരു കമ്പ്യൂട്ടർ തൽക്കാലം തരാം നിങ്ങൾക്ക്. ഫെയ്ത്തിൽ എന്താ ഇന്നൊരു മൂഡ് ഓഫ് ഇടാ? എന്റെ മുഖത്ത് നന്നായിട്ട് ഇന്നാണോ അല്ലെ ഇന്നലെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നോ? ഇല്ല, ഇന്നല്ലേ? ഇതിന് മുന്നേ ക്ലാസ് ഉണ്ടായിരുന്നോ? ഏത് ക്ലാസ്? ഉണ്ടായില്ല. നിങ്ങൾക്ക് തോന്നുന്നില്ലേ അത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? ഞാൻ ചോദിച്ചു എനിക്ക് മാത്രം തോന്നിയതാണോന്ന്. ഫെയ്ത്തേ വാ, വീഡിയോ ഓണാക്ക് മോനെ. ഫെയ്ത്ത്, ഫഹീം വീഡിയോ ഓണാക്ക്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഫെയ്ത്തേ, നീ അല്പം മൂഡ് ഓഫ് ആവുമ്പോ. ഉണ്ട്, നീ ഇങ്ങനെ അല്ലല്ലോ. നീ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടണമെങ്കിൽ. ഫഹീം വീഡിയോ ഓണാക്കിയേ. എന്തിനാ വീഡിയോ ഓഫ് ചെയ്യുന്ന ഫഹീമേ? കൈ പിറകിൽ കെട്ടിക്കോ, 2 കൈയും പിറകിൽ കെട്ടിക്കോ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഓഫ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവര് എന്താ ചെയ്യേണ്ടതെന്ന് മിസ് പറയാം. 2 കൈയും പിറകിൽ കെട്ടാം. കെട്ടിയിട്ടും അഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മിസ് തരാം, കയറെടുത്ത് കെട്ടാം കേട്ടോ. ഓക്കെ. ഫഹീമിന്റെ അനിയനും അനുജത്തിയൊക്കെ അവിടെ നോക്കുന്നുണ്ട്. ഹായ് ഹായ് ഹായ്. ചേട്ടന് വീഡിയോ ഓഫ് ചെയ്യാൻ വിടില്ല കേട്ടോ. ആ മിസ് അവിടെ വന്ന് അടിക്കുന്നു പറഞ്ഞേ ഫഹീം ചേട്ടനോട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പേജ് വായിച്ചോ? പേജ് നമ്പർ 88 എല്ലാവരും വായിച്ചോ? ക്ലിയർ ആയോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ആരാ അതൊന്ന് വായിക്കുന്നേ? ആൻമരി ഒന്ന് വായിച്ചു നമ്മളെ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. भारत विद्वानों और महापुरुषों का देश है। यहाँ समय समय पर ऐसी प्रतिभाओं का जन्म हुआ है जिन्होंने विभिन्न क्षेत्रों में उल्लेखनीय कार्यों से केवल अपने देश को ही नहीं पूरे विश्व को समृद्ध किया है। समृद्ध किया है। भारत के ऐसे ही विद्वानों में एक महत्वपूर्ण नाम प्रसिद्ध वैज्ञानिक चंद्रशेखर वेंकट रमन का है, जिन्होंने अपनी वैज्ञानिक प्रतिभा और उपलब्धियों से पूरे विश्व को चकित कर दिया। वेंकट रमन का जन्म 7 नवंबर 7 नवंबर बाकियो 1888 में तमिलनाडु के तिरुचिरापल्ली शहर में हुआ था। उनके पिता चंद्रशेखर अय्यर भौतिकी के अध्यापक थे और माता पार्वती
अमर सुसंस्कृत परिवार की महिला थी। वेंकटरमन की प्रारंभिक शिक्षा विशाखापट्टनम में हुई। बचपन से ही वे पढ़ाई में असाधारण रूप से होनहार थे। उन्होंने 11 वर्ष की अल्पायु में ही मैट्रिक की परीक्षा उत्तीर्ण कर ली थी। इंटरमीडिएट की परीक्षा उत्तीर्ण करने के बाद उन्होंने मद्रास के प्रेसिडेंसी कॉलेज में प्रवेश लिया। इतने छोटी बालक को कॉलेज में देखकर अध्यापक बहुत हैरान होते थे। आगे चलकर उनकी प्रतिभा देखकर तो अध्यापक दांतों तले उंगली दबाते थे। स्नातक की परीक्षा में वे अकेले ऐसे छात्र थे जिन्होंने प्रथम श्रेणी प्राप्त की थी। स्नातकोत्तर एमए की परीक्षा भी विशेष योग्यता से उत्तीर्ण की। इस परीक्षा में उन्होंने जितने अंक प्राप्त किए उतने अंक कोई भी छात्र प्राप्त नहीं कर पाया था। ओके, नेक्स्ट ഷോൺ ഒന്ന് വായിച്ചു കൊടുക്കാമോ? भारत विद्वानों और महापुरुष का देश है। यह समय पर ऐसी प्रतिभाओं का जन्म हुआ है जिन्होंने विभिन्न क्षेत्रों में उल्लेखनीय कार्यों से केवल अपने देश को ही नहीं पूरे विश्व को समृद्ध किया है। भारत के ऐसे ही और उपलब्धियों से ऐसे ही विद्वानों में एक महत्वपूर्ण नाम प्रसिद्ध वैज्ञानिक चंद्रशेखर वेंकटरमन का है जिन्होंने अपनी वैज्ञानिक प्रतिभा और उपलब्धियों से पूरे विश्व को चकित कर दिया। ओके, नेक्स्ट फेथ वाइचमने फेथ वेंकटरमन का जन्म 7 नवंबर 1888 में दमलियाहो के तिरुचिरापल्ली शहर में
हुआ था। उनके पिता ചന്ദ്രശേഖർ अय्यर ചന്ദ്രശേഖർ അയ്യർ शोध की भौतिकी के अध्यापक थे और माता पार्वती अम्माൾ संस्कृत परिवार की महिला थी। वेंकटरमण की प्रारंभिक शिक्षा विशाखापट्टनम में हुई। बचपन में से ही वे पढ़ाई में असाधारण रूप से होनहार थे। उन्होंने 11 वर्ष की अल्पायु में मैट्रिक की परीक्षा उत्तीर्ण कर ली थी। ഓക്കെ, അത്രയും മതി. ബാക്കിയുള്ളവരെന്നല്ല എല്ലാവരും തന്നെ ഇന്ന് എന്ത് ചെയ്യണം, ആ ലെസൺ ഒരു 5 പ്രാവശ്യം വായിക്കുക. ഫഹീബിന് വേണ്ടിയിട്ട് മിസ് ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. അത് നോക്കി ടെക്സ്റ്റ് ഇല്ലാത്തവർ അത് നോക്കി വായിക്കുക. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും വായിച്ച് റെഡി ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, ബൈ, സി യു. ഫെയ്ത്തെ ബൈ ബൈ. ഫെയ്ത്ത് ഒന്ന് ചിരിച്ചേ. ഓക്കെ, ബൈ.